ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റിനെയും എൻവയോൺമെൻറ്റ് ബിസിനസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്താണ് പോകുന്നത്. അപ്പം എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് ബിസിനസ്സിനെ ഒരു പരിധി വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എൻവയോൺമെൻറ്റലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിസിനസ്സിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സും ഇൻഡസ്ട്രീസും എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ എടുക്കണം. ബിസിനസ്സിന് രണ്ട് തരത്തിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എഫേർട്സ് എടുക്കാൻ കഴിയും. ഒന്നാമത്തേത്, ബിസിനസ്സിന് അവരുടെ ഓപ്പറേഷൻസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മാനറിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അതായത് വാട്ടർ യൂസേജ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എനർജി യൂസേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സോളാർ പാനലുകൾ ഫിക്സ് ചെയ്യുക, റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറഞ്ഞ പോളിസി ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ അവർക്ക് നൽകാൻ പറ്റും. അതായത് എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന ത്രെഡ്സിനെതിരെ ഗവൺമെൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻവയോൺമെൻറ്റ് ത്രെഡ്സിനെതിരെ ഗവൺമെൻറ്റിന് എടുക്കാൻ കഴിയുന്ന ആക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ ലോസ് ഒക്കെ ഉണ്ടാക്കുക. ലോസ് ഉണ്ടാക്കുക മാത്രമല്ല, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്യുക. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഇതൊക്കെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് എഫേർട്സാണ് അതായത് എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന ത്രെഡ്സിനെതിരെ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്. ഇനിയും പ്രധാനപ്പെട്ട 4 മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോൺട്രിയൽ പ്രോട്ടോക്കോളാണ് ഒന്നാമത്തെ എഗ്രിമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1985 വിയന്നയിലൊരു മീറ്റിംഗ് കൂടി. ഇതിനെ വിയന്ന കൺവെൻഷൻ എന്നാണ് പറയുന്നത്. ഈ പ്രോട്ടോക്കോൾ ഫോം ചെയ്യാനുള്ള കാരണം സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു നമ്മുടെ ഭൂമിയെ അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് സംരക്ഷിക്കുന്ന ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്ന ഓസോൺ ലെയറിൽ അല്ലെങ്കിൽ ഓസോണിൽ ഡിപ്ലീഷൻ ഉണ്ടാകുന്നു. അതിനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസായ ക്ലോറോ ഫ്ലൂറോ കാർബണും നൈട്രിക് ഓക്സൈഡ് പോലെയുള്ള കെമിക്കൽസാണ് എന്ന് അവർ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ഈ UV റേസ് ഡയറക്റ്റായിട്ട് പതിക്കുമ്പം സ്കിൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിയന്ന കൺവെൻഷൻ ഒരു പ്രോട്ടോക്കോൾ ഫോം ചെയ്യുകയുണ്ടായി. ഇനി ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ ആ ഒരു പ്രോട്ടോക്കോളിൽ അഡോപ്റ്റ് ചെയ്തു. വിയന്ന പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി വന്നൊരു പ്രോട്ടോക്കോളാണ് ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സബ്സ്റ്റൻസിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ കൺസംഷനും ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഉദ്ദേശം. അതായത് 2030 ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ്, അതായത് ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് പൂർണ്ണമായിട്ടും ഫേസ് ഔട്ട് ചെയ്യണം എന്നതാണ് ഈ ഒരു പ്രോട്ടോക്കോളിൽ മുന്നോട്ട് വെച്ചൊരു ആശയം. അടുത്ത കൺവെൻഷനാണ് ബേസൽ കൺവെൻഷൻ. ഇതിൽ എയിം ചെയ്യുന്നത് ഹസാഡസ് വേസ്റ്റും അതിൻ്റെ ഡിസ്പോസലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പ്രോപ്പറാക്കുക, എൻവയോൺമെൻ്റലി സൗണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കൺവെൻഷൻ്റെ ലക്ഷ്യം. ഹസാഡസ് കെമിക്കൽസ് ആൻഡ് വേസ്റ്റിൽ നിന്ന് ഇതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷൻ്റെ ലക്ഷ്യം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. വേസ്റ്റ് ഒരുപാട് ഡംപ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും ഏഷ്യൻ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരുപാട് ഡംപ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് അതിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്നൊരു സെറ്റപ്പിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് വേസ്റ്റ്
വേസ്റ്റേജിൻ്റെ ഡംപിങ് ഒരുപാടായപ്പം ഇത് റീസൈക്കിൾ ചെയ്യുന്നതിന് പകരം കത്തിക്കുകയോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലേക്ക് അത് ഇടാനോ ഒക്കെ തുടങ്ങി ഈ ഡെവലപ്പിംഗ് കൺട്രീസിന്. അതായത് കണക്കിലധികം വേസ്റ്റുകൾ വന്നപ്പം ഈ ഡെവലപ്പിംഗ് കൺട്രീസ് അത് റീസൈക്കിൾ ചെയ്യുന്നതിന് പകരം കത്തിക്കുകയോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലേക്കൊക്കെ തള്ളാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇതുപോലെയുള്ള കൺവെൻഷൻസ് കൊണ്ടുവന്നത്. ഇതുപോലെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസൽ കൺവെൻഷൻ കൂടിയത്. ഇനിയും 1992 മെയ്യിലാണ് ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹസാർഡസ് വേസ്റ്റേജിൻ്റെ മൂവ്മെൻറ്റ്സും ഡിസ്പോസലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനി അടുത്ത കൺവെൻഷനാണ് സൈറ്റ്സ് കൺവെൻഷൻ, CITES കൺവെൻഷൻ, കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ ഉണ്ടാകുന്ന വംശനാശം നേരിടുന്ന ജീവികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും പ്രൊസീജിയേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷൻ്റെ ലക്ഷ്യം. ഇത് അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനായിരുന്നു സൈറ്റ്സ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഈ കൺവെൻഷനിൽ ഇൻ്റർനാഷണൽ ട്രേഡ് വൈൽഡ് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും നിലനിൽപ്പിന് ഭീഷണി വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അവയുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷനെ തടയുകയും ചെയ്യുക ഒക്കെയാണ് ഈ ഒരു കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഈ കൺവെൻഷൻ സ്പീഷീസിൻ്റെ ബേസിൽ 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് സ്പീഷീസ് ത്രെട്ടൻഡ് വിത്ത് എക്സ്റ്റിങ്ഷൻ. ഈ കാറ്റഗറിയിൽ വെയിൽസ്, ലെപ്പാർഡ്, ആഫ്രിക്കൻ എലിഫൻറ്റ്, ഏഷ്യൻ എലിഫൻറ്റ്സ്, ഓർക്കിഡ് ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തേത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് മേ ബിക്കം എൻഡേഞ്ചേർഡ് അൺലെസ് ട്രേഡ് ഈസ് റെഗുലേറ്റഡ്. അതിനകത്ത് ക്യാറ്റ്സ്, പാരറ്റ്, ക്രോക്കഡൈല്, സ്റ്റോണി കോറൽസ് ഇതൊക്കെയാണ് വരുന്നത്. മൂന്നാമത്തേത് അപ്പൻഡിക്സ് 3 വരുന്നത് സ്പീഷീസിൻ്റെ എക്സ്പോർട്ട്, അതായത് എലിഫൻറ്റ് പ്രോഡക്ട്സ് പോലെയുള്ള അതിൻ്റെയൊക്കെ എക്സ്പോർട്ടിനെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസിൽ മാത്രം ഇങ്ങനെയുള്ളതിൻ്റെ എക്സ്പോർട്ടിനെ പെർമിഷൻ കൊടുക്കുക, അതിനെ പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തേനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് വിത്ത് എൻവയോൺമെൻറ്റ്. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, UN ജനറൽ അസംബ്ലി. അപ്പം യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വന്നിട്ടുള്ള പോളിസി മേക്കിംഗ് മെക്കാനിസമാണ് 1992 ജൂണിൽ റിയോ ഡി ജനറോയിൽ പ്രസിദ്ധമായ ഒരു അജണ്ട 21 അംഗീകരിച്ചു. അതിൽ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റി ഉള്ള എല്ലാ ഏരിയാസിലുമുള്ള ഗവൺമെൻറ്റ്സ്, ഡെവലപ്മെൻറ്റ് ഏജൻസീസ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് എന്നിവ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ഓഫ് ആക്ഷനെയാണ് അജണ്ട 21 റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് UN കമ്മീഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ലക്ഷ്യം അജണ്ട 21 പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം. അതുപോലെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ കൂടി ജനറൽ അസംബ്ലിക്ക് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം. മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അടുത്തതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, UNEP. ഇതെന്ന് പറഞ്ഞാൽ 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് UNEP. ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. എൻവയോൺമെൻറ്റിനും നാച്ചുറൽ റിസോഴ്സസിനും ഹാംഫുൾ ആകാത്ത രീതിയിൽ, അതിനെ ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് UNEP. ഇനിയും ഫങ്ഷൻസ് ഓഫ് UNEP എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റൽ കൺവെൻഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് UNEP. രണ്ടാമത്തേത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും
അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതായത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക. ഇതൊക്കെയാണ് യുനെപ്പിൻ്റെ ഫങ്ഷൻ. മൂന്നാമത്തേത് എയർ പൊല്യൂഷൻ, വാട്ടർ ബോഡീസിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നത്, ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക. ഇതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ കുറച്ച് ഫങ്ഷൻസ്. ഇനി അടുത്തതാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദ ഇന്ത്യൻ എക്സ്പീരിയൻസ്. അതിനകത്തെ ഫസ്റ്റ് പോയിൻ്റാണ് ലെതർ ഗുഡ്സ്. അതിനകത്ത് പറയുന്നത് 1980 ജർമ്മനിയിലൊരു എൻവയോൺമെൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ പറയുന്നത് ലെതർ ടാണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസായ പെൻറ്റാക്ലോറോഫീനോൾ എന്ന കെമിക്കലിൻ്റെ യൂസേജ് ബാൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റാൻഡേർഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സ്റ്റാൻഡേർഡിൽ പറയുന്നത് ഈ പുതിയ ടെക്നോളജിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കോസ്റ്റിൽ 20% ഇൻക്രീസാണ് ഉണ്ടായതെന്നാണ് അതിനകത്ത് പറയുന്നത്. അതായത് ലെതർ ഗുഡ്സിൽ ഇത്രേ പറയുന്നുള്ളൂ, ലെതർ ടാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെൻറ്റാക്ലോറോഫീനോൾ എന്ന് പറയുന്ന ആ ഒരു കെമിക്കലിനെ ബാൻ ചെയ്യുക, അതിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ കൺസംഷനും ബാൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. രണ്ടാമത്തേത് ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സിനകത്ത് പറയുന്നത് അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയൊരു പഠനത്തിൽ US-ലെയും യൂറോപ്പിലെയും എക്കോ സ്റ്റാൻഡേർഡ്സിൽ ഇന്ത്യ കോട്ടൺ പ്രൊഡക്ഷനിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്കോ സ്റ്റാൻഡേർഡ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുമെന്നാണ് ആ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത്. അപ്പം ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം കോട്ടൺ കൾട്ടിവേഷൻ തുടങ്ങി അതിൻ്റെ ഫിനിഷിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതായത് സ്പിന്നിങ്, വീവിങ്, അതുപോലെ തന്നെ ഡൈയിങ് എന്ന് പറയുമ്പം കളർ കൊടുക്കുന്നത്, അത് പ്രിൻറ്റിങ്, ഫിനിഷിങ്, ഇതെല്ലാം കൂടി വരുന്നതാണ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ കൾട്ടിവേഷൻ മുതൽ ഫിനിഷിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഇന്ത്യൻ ഗാർമെൻറ്റ്സ് എക്സ്പോർട്ടേഴ്സ് നേരിട്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ജർമ്മൻ ഇമ്പോർട്ടേഴ്സ് പെട്ടെന്നൊരു തീരുമാനമെടുത്തു, അസോഡൈസ് എന്ന് പറയുന്ന ഒരു കളർ ഉപയോഗിച്ചിട്ടുള്ള ഗാർമെൻറ്റ്സ് ഞങ്ങൾക്ക് വേണ്ട, അത് ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തു. അതായത് അസോഡൈസ് എന്ന് പറയുന്ന ആ കളർ ഉപയോഗിച്ചിട്ടുള്ള ഗാർമെൻറ്റ്സിനെ ബാൻ ചെയ്തു ജർമ്മൻ ഇമ്പോർട്ടേഴ്സ്. അപ്പം അതിനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു അവർക്ക്. അപ്പം അതായത് ഈ അസോഡൈസ് എന്ന് പറയുന്ന ആ ഒരു കളറിനെ ബാൻ ചെയ്യാനുള്ള കാരണം അത് ക്യാൻസറിന് കാരണമാവുന്നത് കൊണ്ടാണ് ആ ഒരു ഡൈ ഉപയോഗിച്ചിട്ടുള്ള ഗാർമെൻറ്റ്സിനെ അവർ ബാൻ ചെയ്തത്. അപ്പം ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് അസോഡൈസിൻ്റെ ഉൽപ്പാദനം നിർത്തിവെക്കുകയും അതിന് പകരം മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരികയും ചെയ്യണം. അപ്പം അതും ഇന്ത്യ പോലുള്ളൊരു ഡെവലപ്പിംഗ് കൺട്രി നേരിടുന്നൊരു വെല്ലുവിളിയാണ്. അടുത്തതാണ് ടീ ആൻഡ് കോഫി. അതിനകത്ത് പറയുന്നത് ഇന്ത്യൻ ടീ ഇൻഡസ്ട്രി അവരുടെ വിളകളെ നശിപ്പിക്കുന്ന പെസ്റ്റിനെയും ഫംഗസിനെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കും. അപ്പം ചായ എന്ന് പറയുന്നത് ഒരു എഡിബിൾ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കൺട്രീസ് ഒരു പർട്ടിക്കുലർ ലെവൽ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, അതവർക്ക് വേണ്ട എന്ന് പറയും. അപ്പം ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, ആ ഒരളവിൽ മാത്രം പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാം. കാരണം ടീ എന്ന് പറയുന്ന ഒരു എഡിബിൾ ഐറ്റം ആയതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ട് അവർ തടയുകയാണ് ചെയ്യുന്നത്. WHO ഒരു ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സേഫ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലെവലിൻ്റെ അപ്പുറത്തേക്ക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടീ ആൻഡ് കോഫി എക്സ്പോർട്ടേഴ്സ് ആ ലിമിറ്റിനുള്ളിൽ മാത്രം അവരത് ഉപയോഗിക്കുക. അതും അവർ നേരിടുന്നൊരു കാര്യമാണ്. അതായത് അവരുടെ വിളയെ നശിപ്പിക്കുന്ന പെസ്റ്റിനെതിരെ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാം, പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ മാത്രമേ, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ആ ലിമിറ്റിനപ്പുറത്തേക്ക് ഉപയോഗിച്ചാൽ അവരുടെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ
ആരും ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി കാണാം.